3 മാസം മുമ്പ് ഇവിടുന്ന് ഗ്യാങ് ഒഴിഞ്ഞു പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞട്ടെ. ഡ്രഗ്സ് ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം. ഡ്രഗ്സ് എൻ്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. നിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നീയായിട്ടുള്ള ഇഷ്യൂ വന്നിട്ടുള്ള ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് എന്റെ തലയിലിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്രയും അമർച്ചമുണ്ട്. ഓക്കെ, 3 മാസം ഫേക്ക് കാണിച്ചരാടാ നാറി. എല്ലാം ഫേക്ക് ഓടി ഞാൻ കേൾപ്പിച്ചരാം. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ, ഇവര് എന്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എന്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. യൂട്യൂബർ തൊപ്പിക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടങ്ങിയെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. നേരത്തെ അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും നടത്തുന്നുവെന്ന പരാതിയിൽ തൊപ്പി എന്ന നിഹാദിനെതിരെ ഡിജിപി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഓപ്പറേഷൻ തുഫാൻ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും യോജിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് കേരളം ഒറ്റക്കെട്ടായി ഈ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും സഹോദരിമാരുമാണ് ഏറ്റവും വിഷമിക്കുന്നത്. മക്കളെ സ്കൂളിലും കോളേജിലും അയച്ചിട്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ്. അപ്പം നമുക്ക് ഭാവി തലമുറയെ രക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. യൂട്യൂബർ തൊപ്പി എന്ന് പറയുന്ന ഒരു വേട്ടാവളിയെ കുറിച്ചിട്ടായിരുന്നു. അവനും അവന്റെ കുറെ സംഘങ്ങളും ഉണ്ട്. എല്ലാം ഉടായ്പാണ് കേട്ടോ. അതായത് ഈ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്തൊക്കെയോ ഉടായ്പകളൊക്കെ ഉണ്ട് ഇവന്മാർക്ക്. കാരണം അത്രത്തോളം പണം ഈ പറയുന്ന തൊപ്പി എന്ന് പറയുന്ന അവന്റെ കയ്യിലുണ്ട്. വേറെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഇവനൊക്കെ ഉണ്ട്. എന്തായാലും ഇവന്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 സുഹൃത്തുക്കൾ ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന തൊപ്പിക്കെതിരായിട്ട് കുറെ അധികം അലിഗേഷൻസ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തൊപ്പിയുടെ കൂടെ ഇത്രയും നാൾ നിന്നിട്ട് അവർക്ക് അതിനുള്ള പണം കൊടുത്തില്ല. അതായത് അവര് എല്ലാ കാര്യത്തിനും തൊപ്പിയുടെ കൂടെ നിന്നിട്ട് അതിനൊരു വരുമാനം അവർക്ക് കൊടുത്തില്ല എന്നൊരു കാര്യം തൊപ്പിയെ കുറിച്ച് വന്നു പറഞ്ഞു. തൊപ്പി എന്ന് പറയുന്നവൻ 2 മണിക്കൂർ ലൈവ് വന്നിരുന്നിട്ട് അവൻ ഈ പറയുന്ന സുഹൃത്തുക്കൾ, അതായത് 3 പേരായിരുന്നു, ആ 3 പേർക്കെതിരായിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചില വീഡിയോകൾ സഹിതം അവന്റെ ലൈവിലൂടെ അവൻ കാണിച്ചു. കേരള പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ ഇവന്മാരെയൊക്കെ കണ്ടുപിടിക്കട്ടെ. കാരണം ഇവന്മാരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഇവന്മാർക്കൊക്കെ ഇത് എവിടുന്ന് കിട്ടുന്നു? പോലുള്ളവനൊക്കെ വന്നിരുന്ന് 1-2 മണിക്കൂർ വന്ന് ലൈവ് ചെയ്യുമ്പോൾ അവനൊക്കെ കിട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. എന്നിട്ട് ഈ പണം ഇങ്ങനെ കുമിഞ്ഞു കൂടിയപ്പോൾ അവനൊക്കെ അഹങ്കാരം, അവനൊക്കെ എന്തൊക്കെ വൃത്തികേടുകളെ കാണിക്കുന്ന, മയക്കുമരുന്ന് പിടി, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള വൃത്തികെട്ട പരിപാടികളും ഇവനൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ശക്തമായിട്ടുള്ള നടപടി എടുക്കണം, നിയമ നടപടി എടുക്കണം. കാരണം ഇവനൊക്കെ ഇത് എവിടുന്ന് കിട്ടി? ഈ മയക്കുമരുന്ന് പോലെയുള്ള രാസ ലഹരി മരുന്നുകൾ ഇവനൊക്കെ എവിടുന്ന് കിട്ടി? ഇവനൊക്കെ താമസിക്കുന്ന സ്ഥലം ഉൾപ്പെടെ റെയ്ഡ് ചെയ്യണം. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഒരു വീട്ടിലാണ് താമസിക്കുന്നത്, അവിടെ ഒരു ഗ്യാങ് തന്നെയുണ്ട്. ഈ ആണുങ്ങളെ മാത്രമുള്ള ഒരു ഗ്യാങ്, അവിടെ എന്തൊക്കെ വൃത്തികേടുകൾ നടക്കുന്നുണ്ടായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇവനൊക്കെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം, അതുകൂടാതെ പ്രമോഷൻസ്, ഉദ്ഘാടനങ്ങൾ, എല്ലാ തരികിട പരിപാടിക്കും ഇവനെയൊക്കെ ആരാണാവോ വിളിക്കുന്നത്? ഇവനൊക്കെ എന്ത് കഴിവുണ്ടായിട്ടാണ് വന്നിരുന്ന് ലൈവിൽ വന്നിരുന്ന് വൃത്തികേട് പറയുന്നതോ അല്ലെങ്കിൽ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക, വളരെ മോശമായിട്ടുള്ള രീതിയിൽ തെറികൾ പറയുക, ആംഗ്യങ്ങൾ കാണിക്കുക, ഇതൊക്കെയാണ് ഇവനൊക്കെ ഇവന്റെ യൂട്യൂബിലെ ലൈവിൽ വന്നിരുന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവന്റെ ലൈവില് 15,000-16,000 ആൾക്കാരാണ് ലൈവ് സമയത്ത് കാണുന്നത്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവനൊക്കെ ഉണ്ടല്ലോ നശിപ്പിച്ചിരിക്കുന്നത് എത്ര കുട്ടികളെയാണ്. അവനൊക്കെ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി ലൈവിൽ വന്നിരുന്ന് അനാവശ്യങ്ങൾ പറയുന്നു. ലൈവ് സ്ട്രീമിംഗ് ആണ് ചെയ്യുന്നത്. വൃത്തികേടുകൾ, നാക്കെടുത്തു കഴിഞ്ഞ് ഇവന്റെ ഒക്കെ വായിന്ന് വൃത്തികേടുകൾ, തെറികളാണ് വരുന്നത്. ഇപ്പൊ ഇവനെതിരായിട്ട് സംസാരിച്ച 3 സുഹൃത്തുക്കളുണ്ടല്ലോ, മമ്മു, ഷമീർ, ജാസി, ഇത് ഇവന്റെ കൂടെ 3 മാസങ്ങൾക്ക് മുന്നേ വരെ ഇവന്റെ കൂടെ ചങ്കിന് ചങ്കായിട്ട് നിന്ന കൂട്ടുകാരാണ്. ഇപ്പൊ ഈ ഒരു 3 മാസമാണ് ഇവന്മാര് പിണങ്ങിപ്പോയതിന് ശേഷമാണ് തൊപ്പിക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ അവർ വന്ന് പറഞ്ഞത്. ഇവന്മാരൊക്കെ എന്തൊക്കെ വൃത്തികേടുകളാണ് കാണിച്ചിരിക്കുന്നത്. ലൈവിൽ വന്നിട്ട് ഷഡ്ഡി ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കുക, കാണിക്കാവുന്ന വൃത്തികേടുകൾ മൊത്തം കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ഇവനൊക്കെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന വൃത്തികേടുകൾ, ഇവനൊക്കെ താമസിച്ചിരുന്ന വീടുകളിലെ രാത്രിയൊക്കെ ഇവനൊക്കെ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകൾ, അതിന്റെയൊക്കെ വീഡിയോ ഈ പറയുന്ന തൊപ്പി തന്നെ പുറത്ത് വിട്ടു കഴിഞ്ഞു. ഇതുപോലുള്ള ചാനലുകളൊക്കെ ബാൻ ചെയ്യണം. ഈ തൊപ്പിയെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? എന്താണ് കൊടുക്കുന്നത്? ഇവനെ പോലെയൊക്കെ ആകണമെന്നോ?
അല്ലെ കുറെ പണം ഉണ്ടെങ്കിൽ എന്തുമാകാമെന്നുള്ള ആ ഒരു കാര്യമാണോ? ഇവനൊന്നും വീട്ടുകാർ ചോദിക്കാൻ പറയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവനൊക്കെ ഇങ്ങനെ നശിച്ച് കിടക്കുകയാണ്. എന്തായാലും ഇവനൊക്കെ എതിരായിട്ട് ശക്തമായിട്ടുള്ള നിയമ നടപടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും രമേശ് ചെന്നിത്തല സാറിന്റെ ശ്രദ്ധയിൽ ഇവന്റെ കാര്യം പെട്ടിരിക്കുകയാണ്. ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇവൻ ഇതോടുകൂടി മുങ്ങിയിരിക്കുകയാണ്. ഇവനെതിരെ ഇല്ലാത്ത പരാതികളില്ല. പീഡന പരാതി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരാതികൾ ഇപ്പൊ തൊപ്പിക്കെതിരായിട്ട് വരുന്നുണ്ട്. എന്തായാലും ഇതിലൊക്കെ ഒരു അന്വേഷണം വേണം. ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ശിക്ഷ ഇവന് കിട്ടണം. അതുപോലെ തന്നെ ഇവന്റെ ആ വീട് എത്രയും പെട്ടെന്ന് സെർച്ച് ചെയ്യണം. അവിടെയൊക്കെ ഇതുപോലുള്ള രാസലഹരികളും അല്ലെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടുക തന്നെ വേണം. ഇവനെ ഒന്നും കണ്ട് ഒരു കുട്ടികളും വഴിതെറ്റി പോകാൻ പാടില്ല. ഇവനൊക്കെ പുറത്ത് വന്നാലും ഇതുപോലുള്ള ചാനലും കൊണ്ട് ഇനി ഇരിക്കരുത്. കുട്ടികളെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഇതുപോലുള്ള ലൈവ് സ്ട്രീമും കൊണ്ട് ഇവനൊന്നും ഇരിക്കരുത്. ഇവനൊക്കെ ചാനൽ തന്നെ ബാൻ ചെയ്യണം. ലഹരി ഉപയോഗിക്കുന്നവരെയും അതിന്റെ ഉറവിടങ്ങളും എല്ലാം പോലീസ് കണ്ടെത്തി തൂത്തുവായി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ രമേശ് ചെന്നിത്തല സാറ് പറഞ്ഞ പോലെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു പരിപാടി വളരെ ഗംഭീരമായിട്ട് തന്നെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ ഉപയോഗം തൊട്ടച്ച് നീക്കണം. പെട്ടെന്ന് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ലഹരി മാഫിയ എല്ലാത്തിനും കൊടുക്കട്ടെ. ലഹരിയുടെ ഉപയോഗം നമ്മുടെ കേരളത്തിൽ നിന്ന് പാടെ തുടച്ചു മാറ്റുക തന്നെ വേണം. അതിന് ഇതുപോലുള്ള തൊപ്പിയെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ്, ഇവൻ മാത്രമല്ല ഇനിയും ഇതുപോലുള്ള മേഖലകളിൽ യൂട്യൂബേഴ്സൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. എല്ലാവന്മാരെയും പിടിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവനെ പോലെയുള്ള തെമ്മാടികളെയൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണ്ടേ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഡ്രഗ്സ് കേട്ടിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ ഇവര് എന്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എന്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ എന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇത് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എടാ അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് കാണിക്കാണ്ട് വേറെ വഴിയില്ല. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ട വരും. ചെയ്തെന്താന്ന് ആലോചിക്കടാ. ഞാൻ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാവരും കേറിപ്പോട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പൈസക്ക് വേണ്ടിയിട്ട് അത്യാഗ്രഹം കയറിയിട്ട് ഇങ്ങനെയല്ല ആരെങ്കിലും ചെയ്യോളാ. ഇവർ ഇത്രയും ധൈര്യം ഇതിന് കാണിക്കണമെങ്കിൽ ഞാൻ അത്രയും പാവാന്ന് അവർക്ക് അറിയുന്നതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ